ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥാവകാശവാദവുമായി ചൈന. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷത്തിൽ ചൈന മധ്യസ്ഥത വഹിച്ചുവെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അവകാശപ്പെട്ടു. ഈ വർഷം ചൈന മധ്യസ്ഥത വഹിച്ച സംഘർഷങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. മെയ് 7 മുതൽ 10 വരെയുള്ള തീയതികളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു. സംഘർഷങ്ങളുടെ അവസാനം സൈനികർ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിലൂടെ പ്രശ്നം പരിഹരിച്ചതായിട്ടാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ നേരിട്ട് വിളിച്ചു എന്നാണ് പാർലമെന്റിലടക്കം കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകിയത്. പക്ഷേ തുടക്കം മുതൽ തന്നെ അമേരിക്ക ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തുവന്നത്. ട്രംപ് പലപ്പോഴും ഇക്കാര്യം ആവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ മൂന്നാം കക്ഷി ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി തന്നെ തള്ളിയിരുന്നു. ഇന്ത്യ പാക് സംഘർഷം, മ്യാൻമാറിലെ ആഭ്യന്തര കലാപം, ഇറാൻ ആണവ വിഷയം, പലസ്തീൻ ഇസ്രായേൽ സംഘർഷം, കംബോഡിയ തായ്ലൻഡ് സംഘർഷം ഇവയിലെല്ലാം തങ്ങളാണ് മധ്യസ്ഥത വഹിച്ചതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ അവകാശവാദം. അതേസമയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ പാകിസ്ഥാനെ സായുധമായി സഹായിച്ചതടക്കം ചൈനയായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.